പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി ഒരു കൊച്ചു മിടുക്കനെ, ഒരു കൊച്ചു കൂട്ടുകാരനെ പരിചയപ്പെടാം. ആനകളെ സ്നേഹിക്കുന്ന ഒരു കൊച്ചു അതിഥിയാണ് നമുക്കൊപ്പം ഉള്ളത്. കേരളത്തിലുള്ള എല്ലാ ആനകളെയും കൃതിക്കിന് എവിടെ നിന്നാ നോക്കിയാലും തിരിച്ചറിയാൻ പറ്റും. പാലക്കാട് മാട്ടുമന്ത സ്വദേശിയായ കൃതിക്കിന്റെ ആന സ്നേഹത്തിന്റെ കഥ ഇച്ചിരി സ്പെഷ്യലാ. കാണാം. കൃത്തിക്കിന് 11 വയസ്സാണ് പ്രായം. ചെറുപ്പത്തിലെ ഉത്സവങ്ങൾക്ക് അച്ഛനൊപ്പം പോകുന്നത് പതിവായിരുന്നു. അവിടെ കണ്ടു തുടങ്ങിയ ആനകളെ പതിയെ പതിയെ കൃത്തിക് അടുത്തറിയാൻ തുടങ്ങി. 6 വയസ്സായപ്പോഴേക്കും കേരളത്തിലെ എല്ലാ ആനകളും കൃത്തിക്കിന് മനഃപ്പാടമായി. ഏതു ജില്ല പറഞ്ഞാലും അവിടെ എത്ര ആനയുണ്ടെന്നും ആനകളുടെ സ്വഭാവം എന്താണെന്നും എന്തിന് എത്ര പ്രായമായെന്ന് വരെ ഈ കൊച്ചു കൂട്ടുകാരൻ പറയും. മാത്രമല്ല, തുടർച്ചയായി ആനകളുടെ പേര് പറയാനും കൃത്തിക്കിന് കഴിയും. തെച്ചിക്കോട്ടാവ് രാമചന്ദ്രൻ, തെച്ചിക്കോട്ടാവ് ദേവിദാസൻ, തൃക്കടൂർ ശിവരാജ്, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ, ചെറുപ്പുളശ്ശേരി ശേഖരൻ, ചെറുപ്പുളശ്ശേരി വലിയയ്യപ്പൻ, ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു, പുതുപ്പള്ളി അർജുനൻ, പാമ്പാടി രാജൻ, പാമ്പാടി സുന്ദരൻ, മംഗലാംകുന്ന് അയ്യപ്പൻ, മംഗലാംകുന്ന് ശരണയ്യപ്പൻ, ഊട്ടോളി അനന്തൻ, ഊട്ടോളി രാമൻ, ഊട്ടോളി പ്രസാദ്. ഓരോ ആനകളുടെയും തലപ്പൊക്കം, കൊമ്പിന്റെ ആകൃതി, ചെവിയുടെ സ്വഭാവം, തുമ്പിക്കൈയുടെ നീളം, അങ്ങനെയെല്ലാം കൃത്തിക്കിനറിയാം. ഈ കാര്യത്തിൽ ഒരു കൊച്ചു വിക്കിപീഡിയയാണ് കൃത്തിക് എന്നാണ് കൂട്ടുകാർ പറയുന്നത്. 151 ആനകളുടെ പേര് 2 മിനിറ്റ് 59 സെക്കൻഡ് കൊണ്ട് തുടർച്ചയായി പറഞ്ഞതിന് നിരവധി റെക്കോർഡുകളും തേടിയെത്തി കൃത്തിക്കിനെ. വേൾഡ് റെക്കോർഡുണ്ട്. 151 ആനകളുടെ പേര് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞതിനാണ്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ ഏട്ടൻ ഗിഫ്റ്റായിട്ട് തന്നതാണ് എനിക്ക്. അച്ഛൻ സുകേഷും അമ്മ വിമലയും പൂർണ്ണ പിന്തുണയുമായി കൃത്തിക്കിനൊപ്പമുണ്ട്. ആനകളെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പൂരത്തിനൊക്കെ ഏത് ആനകൾ വന്നാലും പോയി കാണുകയും കുറേ നേരം ആനയുടെ അടുത്ത് വന്ന് നിന്നിട്ടുള്ള ഒരു ശീലം ഉണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിലും തന്നെ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ആനകളുടെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനത് ഓർമ്മയിലുണ്ടാവും. പിന്നെ അത് ടി വിയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ മൊബൈലൊക്കെ കാണുമ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കണ്ടപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു സംരംഭത്തിന്, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇതെടുത്തത്. ആനകളെ കാണാൻ ഉത്സവങ്ങൾക്ക് പോയി തുടങ്ങിയപ്പോൾ പതിയെ പതിയെ തായമ്പകയും പഞ്ചാരിമേളവുമൊക്കെ മനസ്സിൽ കയറിക്കൂടി. ഇപ്പോൾ അതും പഠിക്കുന്നുണ്ട് കൃത്തിക്. ഇത്രയും ആനകളെ പരിചയമുള്ള ഈ കൊച്ചു കൂട്ടുകാരൻ്റെ പ്രിയപ്പെട്ട ആന ചിറക്കൽ കാളിദാസനാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.